വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. HSST കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ തസ്തികയുടെ പരീക്ഷ PSC ഓഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു ബാച്ചും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊപ് സ്കെയിലിൻ്റെ HSST കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാച്ചും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു പ്രതികരണം നമുക്കതിൽ ലഭിക്കുകയുണ്ടായി. തുടർന്നും അന്വേഷണങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ബാച്ച് ഒന്നുകൂടി റീഓപ്പൺ ചെയ്യാണ്, അഡ്മിഷൻ ഒന്നുകൂടി റീഓപ്പൺ ചെയ്യാണ്. അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ പറയുന്ന പരീക്ഷയുടെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, HSST കമ്പ്യൂട്ടർ സയൻസ് തസ്തികയുടെ പരീക്ഷ ഓഗസ്റ്റ് മാസത്തിൽ PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷ നടക്കുന്ന തീയതി എന്ന് പറയുന്നത് 8/8/2024 ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ തന്നെയാണ്. 8-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. തേഴ്സ്ഡേ എന്ന് പ്രത്യേകം എഴുതി വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നേരത്തെ കൂട്ടി ലീവ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് അവിടെ ഞാനത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ PSCയുടെ പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം ശനിയാഴ്ചകളിലാണ് നടക്കാറുള്ളത്. എന്നാൽ HSST കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ, ജൂനിയറിന്റെ തസ്തികയുടെ പരീക്ഷ 8/8/2024 വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. കൺഫർമേഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും കൺഫർമേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. കൺഫർമേഷൻ ജൂൺ മാസം 11-ാം തീയതി വരെ ചെയ്യാം. അപ്പോൾ ജൂൺ 11 ആക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ പോയി നമ്മളെ കൺഫർമേഷൻ കൊടുക്കുക. നമ്മളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ പറയുന്ന കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് കാര്യങ്ങൾ എവിടെയാണ് സെലക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ സെന്റർ ഒക്കെ കൊടുക്കുക. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്തതോടുകൂടി നമ്മൾ ആ പറയുന്ന കാര്യം അവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ പറയുന്ന ഒരു ടാബ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലായിരിക്കും. ഈ പറയുന്ന നമ്മുടെ കൺഫർമേഷൻ റിസീവ്ഡ് ആസ് ഓൺ ഡേറ്റ്. ഇപ്പോൾ നമ്മൾ 31/5 കൺഫർമേഷൻ കൊടുക്കുന്നത് വെച്ചാൽ യുവർ കൺഫർമേഷൻ റിസീവ്ഡ് ഓൺ 31st May 2024 എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ മറക്കണ്ട, 11/6/2024 കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. പരീക്ഷ PSC എല്ലാറ്റിനും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്, online/OMR എന്നുള്ളത്. തീർച്ചയായിട്ടും ഓൺലൈൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. ആപ്ലിക്കേഷൻ നമ്പർ സാമാന്യമുണ്ട്. OMR പരീക്ഷ തന്നെയായിരിക്കും ഉണ്ടാവുക. 100 മാർക്കിന്റെ MCQ ചോദ്യ പേപ്പറാണ് ഉണ്ടായിരിക്കുക. ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം. 100 മാർക്കിന്റെ ചോദ്യ പേപ്പറാണ്. സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. പരീക്ഷ എഴുതാനുള്ള സമയം 1 മണിക്കൂർ 30 മിനിറ്റ് ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. ഇതുവരെ ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത്, കൺഫർമേഷന് മുൻപായി ആപ്ലിക്കേഷൻ വിളിച്ച് അപ്ലൈ ചെയ്ത ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് 25,602 അപ്പോൾ കൺഫർമേഷൻ പ്രൊസീജിയർ കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു 2,000-3,000 ഒക്കെ കുറയാം. അപ്പോൾ ഒരു 10,22,000 പേര് പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പോയതുകൊണ്ട് കാര്യമില്ല. കൃത്യമായ ആസൂത്രണത്തോടു കൂടി പഠിക്കണം എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത്യാവശ്യം മത്സരം ഉണ്ടാവും. സാമാന്യം സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക. ഒരു 100-ന് പുറത്ത് ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ജോലി സാധ്യതയുള്ള ഒരു തസ്തിക കൂടിയാണ്. അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, പല രീതിയിലും നിങ്ങൾ തൊഴിലായിട്ട് ഫ്രസ്ട്രേറ്റ്, എപ്പോഴും നമ്മളുടെ തൊഴിൽ പ്ലസ് ജീവിതം എന്ന് പറയുന്നത് ഒരു ബാലൻസിൽ പോകണം. ആ ഒരു ബാലൻസ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ കോൾ നമ്മളോട് ബാച്ച് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാച്ച് 27-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ 31-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് അന്വേഷണങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാച്ചിന്റെ അഡ്മിഷൻ നമ്മളൊന്നും കൂടി റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് HSST കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് അറിയാം, കൃത്യമായൊരു സിലബസ് നമുക്ക് മുന്നിൽ PSC തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാവും. ഏറ്റവും പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് വിൽ ബി റെക്കോർഡഡ് ക്ലാസ്സസ്. ഏതാണ്ട് ഒരു 95% റെക്കോർഡഡ് ക്ലാസ്സുകളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കാണാം. അതേപോലെ തന്നെ അതിന്റെ PDF നോട്ടുകൾ, ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ അതിന്റെ PDF നോട്ടുകൾ അതിന്റെ ചോട്ടിൽ കിട്ടും. പ്രിന്റബിൾ ഫോർമാറ്റിലാണ്. അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്ലാസ്സുകളുണ്ട്, നോട്ടുകളുണ്ട്. പിന്നെ ഒരു PSC എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഏത് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഒരു മത്സര പരീക്ഷയിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സിലബസ് മുമ്പിലുണ്ട്. അപ്പോൾ എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ഈ പറയുന്ന സിലബസ് ഒക്കെ പൂർത്തീകരിക്കാം എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു 60 ദിവസത്തെ ടൈം ടേബിളോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓരോ ദിവസവും പഠിച്ച പറയുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഡെയിലി എക്സാമിനേഷൻ, അതൊരു ഇമ്മീഡിയറ്റ് റിവിഷൻ ആണ്. പിന്നെ നമുക്കറിയാം, ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു MCQ ചോദ്യ പേപ്പറുകൾ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനുവേണ്ടി ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ട്.
ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. ആ റിവിഷൻസ് ഒരുപക്ഷെ ടോപ്പിക് വൈസ് റിവിഷൻ ആയിരിക്കും, ചാപ്റ്റർ വൈസ് ആയിരിക്കാം, സബ്ജക്ട് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് എക്സാമിനേഷൻ ആയിരിക്കാം. അങ്ങനെ നിരവധി റിവിഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ നിരവധി മാതൃകാ പരീക്ഷകൾ എഴുതുക, മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം, കൃത്യമായ മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ പരീക്ഷകൾക്കൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടായിരിക്കും. എത്ര എണ്ണം നിങ്ങൾ ആൻസർ ചെയ്തു, എത്ര നെഗറ്റീവ്സ് വന്നു, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു, ഒരു ആവറേജ് പെർഫോമറുമായിട്ടുള്ള നിങ്ങളുടെ കമ്പാരിസൺ, ഒരു ടോപ്പറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ഈ രീതിയിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി പഠിക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാച്ച് 31-ാം തീയതി വരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകളും നോട്ടുകളും ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാനും ദിവസേന പരീക്ഷകളും നിരവധി വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസും മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും മോക്ക് ടെസ്റ്റുകളും മെന്റർ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ 60 ദിവസം കൊണ്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ അന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനോട് കൂടി തന്നെ ഓൾറെഡി ഇതിൽ പഠിച്ച് തയ്യാറാക്കിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ സ്വന്തമായി പഠിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് അവർക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷകളുടെ അഭാവമായിരിക്കും. ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് പരിചയപ്പെടാൻ വേണ്ടി പരീക്ഷകളുടെ അഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിനോട് കൂടി തന്നെ മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ അനൗൺസ് ചെയ്യാണ്. HSST കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടൊരു ടെസ്റ്റ് സീരീസും കൂടി നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ഇവിടെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞു, മറ്റത് ക്ലാസ്സുകൾ, കാര്യങ്ങൾ, നോട്ട് എല്ലാം ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ സ്വന്തമായി പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷകളുടെ അഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഒരു ഭാഗം പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പ്രസ്തുത ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസും കൂടി നമ്മൾ ഈ പറയുന്ന രീതിയിൽ അനൗൺസ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ, 18 എക്സാമിനേഷൻ, 30 ക്വസ്റ്റ്യൻസിന്റെ 18 എക്സാമിനേഷൻ ഈ രീതിയിൽ ഓരോ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 18 ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 18 ഭാഗങ്ങൾ. ഏറെക്കുറെ മൊഡ്യൂളിൽ വരുന്ന ഹെഡിങ്സ് ആണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ മൊഡ്യൂളുകൾ നോക്കി അറിയാം. 1 മുതൽ 6 മൊഡ്യൂളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ 18 ഭാഗങ്ങളെ 30 ചോദ്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ റിവിഷൻ, നമ്മൾ ഈ പറയുന്ന കാര്യം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്ന റിവിഷൻ എക്സാമിനേഷൻ 6 എക്സാമിനേഷൻ, 60 ക്വസ്റ്റ്യൻസിന്റെ 6 എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ച് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ സിലബസിൽ ഫുൾ ലെങ്ത്തിൽ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 10 എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായ ഒരു ഷെഡ്യൂളിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് പരീക്ഷകൾ ലഭ്യമാവുന്ന പരീക്ഷകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോപ്പിക് വൈസ് 18 എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, 30 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 18 എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് റിവിഷൻ ഫുൾ ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് സിലബസ്, പക്ഷെ അവിടെ 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, 6 എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റ്, നമ്മളുടെ ശരിയായ PSCയുടെ പരീക്ഷ പോലെ തന്നെ 100 മാർക്കിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഇതിന്റെ വിശദമായ ഒരു PDF, ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ടൈം ടേബിൾ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് താഴെ ഇതിന്റെ ഒരു PDF ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്രകാരം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ നോക്കാം. ഓരോ ദിവസം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ, ആസൂത്രണമെല്ലാം ഈ PDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിന്റെ ഒരു ബാച്ചും കൂടി ഈ പറയുന്ന രീതിയിൽ ഞാനിവിടെ HSST കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ ബാച്ചാണ് പറഞ്ഞത്. HSST കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് 60 ദിവസ ക്രാഷ് ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ 31-ാം തീയതി വരെ തുടരുകയാണ്. വീണ്ടും അന്വേഷണങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ 3499 രൂപ മാത്രമാണ് അതിന്റെ ഫീസായിട്ട് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ഡെയിലി എക്സാമിനേഷൻസ്, വീക്ക്ലി ആയിട്ട് പല രീതിയിലുള്ള റിവിഷൻ എക്സാമിനേഷൻസ്, അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ള സമഗ്രമായ പാക്കേജാണ്. അതിന് വെറും 3499 രൂപയാണ്. 31-ാം തീയതി വരെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് ഒരു അവസരം കൂടി നിങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡയറക്റ്റ് പേയ്മെന്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുവഴി പേയ്മെന്റ് ചെയ്ത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ തിരിച്ചു വിളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി തരും. ഓക്കെ, അപ്പോൾ 3499 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി ടെസ്റ്റ് സീരീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 18 ടോപ്പിക് വൈസ് എക്സാമിനേഷൻ, 60 മാർക്കിന്റെ 6 സിലബസ് മുഴുവൻ തീർക്കുന്ന പരീക്ഷകൾ, 10 മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഉൾപ്പെടുന്ന
ടെസ്റ്റ് സീരീസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ടെസ്റ്റ് സീരീസിന് വെറും 699 രൂപയാണ്. അതിന്റെ PDF ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ടോപ്പിക്കുകൾ, കാര്യങ്ങൾ, അതിന്റെ ഫുൾ ഷെഡ്യൂള് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വെറും 699 രൂപ മാത്രമാണ് ടെസ്റ്റ് സീരീസിന് വരുന്നത്. ഇതിന്റെയും പേയ്മെന്റ് ലിങ്ക്, ഡയറക്റ്റ് പേയ്മെന്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുവഴി പേ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊപ് സ്കെയിലിന്റെ റെപ്രസെന്റേറ്റീവ് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ HSST കമ്പ്യൂട്ടർ സയൻസ് വലിയൊരു അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തുക, പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്, അത്യാവശ്യം നല്ല മത്സരമൊക്കെ ഉണ്ടാവും. കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ സിലബസ്, ഇതിലെ ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ സിലബസ് തീർക്കുക, പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായി റിവിഷൻ ചെയ്യുക. ഇതാണ് ഒരു പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ബാച്ചും, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, ടെസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആപ്പ് വഴി ഈ പറയുന്ന രീതിയിൽ ടെസ്റ്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാം. ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്ത് ഓൾറെഡി ഇതിൽ എൻറോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.